സാർ, നമ്മൾ കേരള നിയമസഭയിലെ റിസൾട്ട് പരിശോധിച്ചല്ലോ, MLA മാരെ എല്ലാം പരിശോധിച്ചല്ലോ. അപ്പോൾ അതില് പേരുകൾ കണ്ടിട്ടോ എണ്ണങ്ങൾ കണ്ടിട്ടോ എന്തെങ്കിലും പൊരുത്തക്കേട് സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ? രസകരമായ ചോദ്യമാണ്. ജനാധിപത്യമാണ് നമ്മൾ ഇലക്ഷൻ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. പക്ഷെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഈ ഇലക്ഷനിൽ നമ്മൾ കാണുന്നത്. അതായത് ജനങ്ങളുടെ ആധിപത്യമാണ്. അപ്പൊ ആ ജനങ്ങളിലേക്ക് പ്രത്യേകമായ ഒരു വിഭാഗം കടന്നു വന്നാൽ, അല്ലെങ്കിൽ അവരുടെ ഡൊമിനേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഡെമോഗ്രഫിയിലെ മാറ്റം ജനാധിപത്യത്തെ എങ്ങനെ ഹൈജാക്ക് ചെയ്യുമെന്നുള്ളത് ഈ ഇലക്ഷനിലൂടെ നമുക്ക് വളരെ സുവ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിച്ചു എന്നതാണ് സത്യം. എന്നോട് അർജിത് സാർ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മൾ MLA മാരുടെ റിസൾട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കുമ്പോൾ, മലബാർ മേഖലകളിലെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്? മലബാർ മേഖല സമ്പൂർണമായിട്ട് മതപരമായ ഒരു ജനാധിപത്യ ധ്വംസനം നടത്തിയിരിക്കുക. ജനാധിപത്യം എന്ന് നമ്മൾ പറയുമെങ്കിലും അവിടെ മറ്റൊരു ചോയ്സ് ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം, അതാണ് വർഷങ്ങളായിട്ട് EMS കാർമ്മികനായിട്ട് സൃഷ്ടിച്ചെടുത്തൊരു ജില്ലയാണല്ലോ. അപ്പൊ അങ്ങനെ അത് സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് ഇനിയിപ്പോ അവർ കട്ടിങ് സൗത്തിന്റെ കാര്യമൊക്കെ പറയാനുള്ള ശക്തി അവർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ ഇലക്ഷനിൽ കാണുന്നത്. ഇപ്പോ നമുക്കറിയാം 34 MLA മാർ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് അല്ലെ? അതിൽ 22 ലീഗിന്റെ സംഭാവന. 22 ലീഗിന്റെ സംഭാവനയാണ്. പിന്നെ കോൺഗ്രസിന് എന്തോ 8-9 പേര് അല്ലെ? 8-9 പേര്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDF-ന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്. അപ്പോൾ ഏറ്റവും അങ്ങനെ അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? സംഘടിച്ചു നിന്നുകൊണ്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് കയറി പറ്റുക, പിന്നീട് പതുക്കെ അപ്പോ ഭരണചക്രം തിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു കഴിവ് തന്നെയാണ്. മറ്റു വ്യക്തികളെല്ലാം തന്നെ അതിന് നോക്കൂത്തുകളായി മാറുന്ന ഒരു സാഹചര്യവുമാണ് അല്ലെ? അത് നമ്മളവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അല്ലെ? അല്ല, അത് അഭിനന്ദിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മതമാണ് പ്രശ്നമെന്ന് ആർജവത്തോടു കൂടി തന്നെ പറയുന്നു. അതാണ് തന്റെ ഇടം ഇവിടെ മുസ്ലിം ലീഗിനെ ഉള്ളു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കത് ഉറച്ച പറയാൻ പറ്റും. അല്ല, അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ നിലപാട് മാറ്റണം എന്നാണ് എന്നോട് പലരും പറയുന്നത്. പക്ഷെ എന്റെ കൊക്കില് ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ അത് മാറ്റുകയില്ല എന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നവർക്കാണ് ആ സമൂഹത്തിൽ കൂടുതൽ പ്രിയം കിട്ടുന്നത്. ഈ ഒരു സമൂഹം മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ നേതാക്കന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ സമൂഹം അങ്ങനെയാണെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് അത്തരം നേതാക്കന്മാരെ ഉയർന്നു വരികയുള്ളൂ. ഷാജിയെ പോലൊരാണ് ഉയർന്നു വരുന്നത് ഈ ചിന്താഗതികൾ പിന്തുടരുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നാണ്. അദ്ദേഹം അപ്പൊ അങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. ഓർക്കുക, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ഉഗാണ്ടയിലും എത്യോപ്യയിലും ആമസോൺ കാടിലും എവിടെ എന്ത് നടന്നാലും പ്രതികരണ ശേഷിയുടെ നാക്ക് 7 മുഴം നീളത്തില് ഈ ചാനലിന്റെയും പത്രത്തിന്റെയും മുമ്പിൽ വാരി വിതറുന്ന ആൾക്കാരുണ്ടല്ലോ. എന്തെങ്കിലും പ്രസ്താവന കണ്ടോ? ഒരു പ്രസ്താവന കണ്ടോ? എന്താ കാരണം? അവരും ഇതേ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ വിജയം ആഘോഷിക്കാൻ നടന്നവരാണ്. ഉദാഹരണത്തിന്, എങ്ങനെ ലീഗിനെ കൂട്ടി അടുത്ത 3ാമത്തെ ഭരണം കൊണ്ടുവരാമെന്ന് പിണറായി വിജയൻ കിണഞ്ഞു പരിശ്രമിച്ചു. അവർ വന്നില്ല എന്നതുകൊണ്ട്. അവരെന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗിന് കോൺഗ്രസിൽ കിട്ടുന്ന ആ സർവ്വ സ്വാതന്ത്ര്യം അത് ഒരിക്കലും LDF-ൽ കിട്ടുകയില്ലെന്ന് അവർക്കറിയാം. അവർക്ക് KM മാണിയുടെ പുത്രന്റെ, അതായത് ജോസ് കെ മാണിയുടെ അവസ്ഥ അറിയാം. ജോസ് കെ മാണി ഇപ്പോൾ സംപൂജ്യനാകുന്നതിന് മുൻപേ തന്നെ ഞാൻ പറയുകയാണ്, അവർക്കറിയാം. കാരണം ജോസ് കെ മാണിക്ക് ശബ്ദമില്ലായിരുന്നു LDF-ൽ വന്നപ്പോൾ. ഇവർക്കും അത്രേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവർ ബുദ്ധിപരമായി കാത്തുനിന്നു. അവര് പുലി പതുങ്ങുന്നത് പോലെ കാത്തു നിന്ന് ആ സുവർണ അധികാരം അവരുടെ കയ്യിലേക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. 27-ൽ 22 പേരെ ജയിച്ചിട്ടുള്ളെങ്കിലും അവർക്ക് അതിൽ കുറച്ച് ജയിച്ചാൽ പോലും കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ് അവര്. അവര് വരക്കുന്ന വരയിലൂടെ സഞ്ചരിക്കാൻ മാത്രമേ ഇന്നത്തെ UDF-ന് ശക്തിയുള്ളൂ. അപ്പോ അവര് നിയന്ത്രിക്കും, കോൺഗ്രസിന്റെ നേതാക്കന്മാർ അനുസരിക്കും. അതാണല്ലോ പാരമ്പര്യം. ഒരു കാര്യം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ 3 പേരാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരായിട്ട് നമ്മൾ കാണുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. ഇവർക്ക് സുരക്ഷിതമായ ഒരു സീറ്റ് എവിടെയുണ്ട് ഇന്ത്യയിൽ? നമ്മുടെ വയനാടാണ് സീറ്റ്. ഇന്ത്യയിൽ ആ വയനാട് കേരളത്തിൽ അത് ആരാ ജയിപ്പിച്ചു കൊടുക്കുന്നവര്? മുസ്ലിം ലീഗാണ് ആണല്ലോ. കമ്മ്യൂണൽ വോട്ട് കൊണ്ടാണ് അവർ ജയിക്കുന്നത്. അവർ UDF-ന്റെ ഏത് കാര്യവും തീരുമാനിക്കുന്ന ഈ 3 പേരുടെ ഭാഗതയെ അവരാ തീരുമാനിക്കുന്നത്. അതായത് സോണിയയോ രാഹുലോ പ്രിയങ്കയോ എവിടെ മത്സരിക്കണം, എവിടെ മത്സരിച്ചാൽ ജയിക്കണമോ തോക്കണമോ എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ
കാര്യങ്ങൾ വിളിച്ചു പറയാൻ, ഷാജി പറഞ്ഞതുപോലെ പുരപ്പുറത്ത് കയറി വിളിച്ചു പറയാൻ എന്തിനു ഭയക്കണം? ആരെ ഭയക്കണം? ആരും ഭയക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ആർജവമുള്ള നിലപാട് അദ്ദേഹം ഒരിക്കലും മാറ്റില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞല്ലോ. അല്ല, അത് മാറ്റാൻ വേണ്ടി പൊതുസമൂഹത്തിൽ നിന്ന് ഒരാളുടെ ശബ്ദം ഉയർന്നില്ല. ഒരു മതരാഷ്ട്രവാദത്തിന്റെ തുടക്കത്തിൽ നിന്നുള്ള സംസാരമാണ്. ആ സംസാരത്തിനെതിരെ ഇവിടുത്തെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. മിണ്ടാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇവരിൽ പലരും അവരുടെ ഇന്ധനം എന്ന് പറയുന്നതും ഇപ്പൊ സെബാസ്റ്റ്യൻ പോളിന്റെ മോൻ ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മാധ്യമങ്ങളിലൂടെയാണ് പറഞ്ഞത്. അച്ഛൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ പിന്തുണക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അച്ഛന് വരുന്ന ഈന്തപ്പഴത്തിന്റെ പാഴ്സലുകളും ഗൾഫിലേക്ക് വരുന്ന വിമാന ടിക്കറ്റുകളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ ചാനലിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലങ്ങളായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതാണ്. നോട്ടുകെട്ടുകൾക്ക് മുന്നിൽ പലരും പതറിപ്പോകുമല്ലോ അല്ലെ? സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം അതല്ലേ? നോട്ടും വോട്ടുമാണല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയത്തെക്കാൾ മികച്ച ബിസിനസ് ഏതുണ്ട്? ഏറ്റവും മികച്ച ബിസിനസ് ആണ് രാഷ്ട്രീയം. ഒരു രാഷ്ട്രീയക്കാരൻ നമ്മൾ ഒരുപാട് നമ്മൾ എഫോർട്ട് ഇടേണ്ടി വരും അല്ലെ എന്നുള്ളത് മാത്രമുണ്ട്. നിങ്ങൾ എത്രമാത്രം മിടുക്കനാണ് രാഷ്ട്രീയം കളിക്കുവാൻ, നിങ്ങൾ എത്രമാത്രം വൈദഗ്ധ്യമുള്ളവനാണ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ, നിങ്ങൾ എത്രമാത്രം ശക്തനാണ് എതിരാളികളെ ബുദ്ധിപരമായി നേരിടാൻ. ഇത് മാത്രം മതി രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ. പിന്നെ ജനങ്ങളുടെ പൾസും നമ്മളോടൊപ്പമുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൾസും എതിരാളികളുടെ പൾസും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവന് എന്തെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയൊന്നും വേണമെന്നില്ല. കേരളത്തിന്റെ ഈ പോക്ക് കണ്ടിട്ട് സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഈ ഒരു പോക്ക് കണ്ടിട്ട് മറ്റേതെങ്കിലും നമ്മുടെ സംസ്ഥാനങ്ങളുടെ അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പൊ കാശ്മീരിനെ പോലെയാണോ പോകുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, സാവധാനം ആ വഴിക്ക് സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അതായത് ഇലക്ഷൻ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ മലപ്പുറത്തൊരു സീൻ കണ്ടു. ഒരു ആടിന്റെ തല അറുത്തിട്ട് അത് ഒരു വടിയിൽ കെട്ടിത്തൂക്കി പച്ച പതാകയും പിടിച്ചുകൊണ്ട് തെരുവിൽ വീശുന്നത്. ആടൊരു സാധു മൃഗമാണ്. ആടും മുസ്ലിം ലീഗും തമ്മിൽ എന്തെങ്കിലും വൈരാഗ്യമുള്ളതായിട്ട് നമ്മൾ പത്രത്തിലൊന്നും വായിച്ചിട്ടില്ല, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ളത്. പക്ഷെ ആ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ മൃതശരീരത്തിന്റെ തല അങ്ങനെ കാണിക്കണമെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്ന് അതിനപ്പുറം അവർക്ക് പോകാൻ പറ്റുകയില്ല എന്നതാണ്. ഇന്നിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം മതാധിപത്യ ശൈലിയിലേക്കുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ, അതോ മതാധിപത്യം തന്നെയാണോ? നമ്മുടെ റിട്ടയർ ചെയ്ത DGPമാര് ശ്രീ സെൻകുമാറും അതിന് മുൻപ് ജേക്കബ് പുന്നൂസ്, പിന്നെ വേറൊരാളുണ്ടല്ലോ സ്രാവുകൾക്കൊപ്പം നീന്തെന്ന് പറഞ്ഞ ജേക്കബ് തോമസിന് മുമ്പ് വേറെ ആളുണ്ടായിരുന്നു, അതൊരു ക്രിസ്ത്യൻ അലക്സാണ്ടർ ജേക്കബ് അല്ലല്ല, അത് ഏറ്റവും പഴയത്. അല്ലാതെ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇവരൊക്കെ എന്താ പറഞ്ഞത്? കേരള സമൂഹത്തിൽ മതസ്വാധീനവും അത് അപ്പൊ പലരും ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവർ ഈ സർവീസിൽ ഇരുന്നപ്പോ ഇവരെന്താ ചെയ്തത്? സർവീസിലിരിക്കുന്നവർക്ക് B. അശോകത്ത് സംസാരിച്ചെന്ന് അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയ കണ്ടില്ലേ? സംസാരിക്കാൻ പറ്റില്ലേ? സർവീസ് റൂൾ അങ്ങനെയാണ്. സർക്കാരിനെതിരെ സംസാരിച്ചു എന്നൊരൊറ്റ കാര്യം മതി ആരെയും നിശബ്ദനാക്കാം. എന്തിന്? സെൻകുമാർ പെൻഷൻ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കാനും അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ തടയാനും ഒക്കെ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയ സംസ്ഥാനമാണിത്. പോലീസിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാണ് DGP എന്ന് പറയുന്നത്. ആ വ്യക്തിയെ ഇങ്ങനെ ചെയ്യാമെങ്കിൽ അധികാരത്തിൽ നിന്ന് അങ്ങനെ ചെയ്യാം. അധികാരം നിസ്സാരമായ സാധനമല്ല സാർ. ഇപ്പൊ പിണറായി വിജയൻ ഇറങ്ങുമ്പോൾ പലർക്കും നാക്കിന് മസിൽ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരുന്നു. കാരണം ഷാജൻ സ്കറിയെ പിടിച്ച് ജയിലിട്ടത്, അല്ലെങ്കിൽ വിനു വി ജോണിനെ എതിരെ കേസെടുത്തത്, ഇതൊക്കെ നടക്കും സംസ്ഥാനത്ത്. ഇവര് കോടതിയിൽ ചെന്ന് തെളിയിക്കണം ഞങ്ങൾ നിരപരാധികളാണെന്ന്. അതുവരെ ഇവര് ബുദ്ധിമുട്ടണം. കാരാഗ്രഹത്തിന്റെ ആ ഒരു ഇരുട്ടിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ, റിമാൻഡിൽ പോകുന്ന. അതൊട്ടും നിസ്സാരമായ കാര്യമല്ല. ആ ഭയം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇപ്പൊ 22 MLA-മാരെ കിട്ടിയിരിക്കുന്ന ആൾക്കാർ ഈ ആടിന്റെ തല പ്രദർശിപ്പിച്ചതും ഭയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോ അങ്ങനെ വലിയ ഒരു ഭയത്തിലേക്കാണ് കേരളം നീങ്ങുന്നത്. അപ്പോ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു ഘടകം ഉള്ളിലേന്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം അല്ലെ? നീങ്ങാം. പക്ഷെ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെതിരെ ജനാധിപത്യ കക്ഷികൾ എന്ന് പറയുന്ന ആരും സംസാരിക്കുന്നില്ല എന്നുള്ളത് നിശബ്ദത സംസാരിക്കുമെന്ന് നമ്മൾ കരുതുകയേ വേണ്ടല്ലോ. അങ്ങനെ കരുതുന്നത് തന്നെ തെറ്റാണ്. ശരിക്കും അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ അതിനുള്ള ഒരു കരുത്ത് അവർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളും അവരെ കണ്ട് തന്നെ പഠിക്കേണ്ടതുള്ളതാണ്. ആർജിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പലരും നേടിയെടുക്കാനുള്ളത് മറ്റു സമൂഹങ്ങൾ കണ്ടു പഠിച്ചാൽ അവർക്ക് കൊള്ളാം. പഠിക്കുമെന്ന് തോന്നുന്നില്ല, കണ്ടു പഠിച്ചാൽ അവർക്ക് കൊള്ളാം.